നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിച്ചു വരുന്ന റേഷൻ കട അകാരണമായി അടച്ചുപൂട്ടിയതിൽ ഭക്ഷ്യവകുപ്പിനെതിരെ ഐക്യജനാധിപത്യ മുന്നണി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിച്ചിരുന്ന റേഷൻ കട അകാരണമായി അടച്ചുപൂട്ടിയ ഭക്ഷ്യവിതരണ വകുപ്പിനെതിരെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF ചെയർമാൻ NN വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അത് പരിശോധിക്കാൻ വന്ന ജില്ലാ സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പരിശോധന, ഈ വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് പരിശോധന റേഷൻ കടയിൽ നടത്തി. ഒരു ക്രമക്കേടും കാണാൻ സാധിച്ചില്ല. സ്റ്റോക്കിൽ യാതൊരു കുറവും കണ്ടിട്ടില്ല. വിതരണത്തിൽ യാതൊരു ക്രമക്കേടും കണ്ടില്ല. അവിടെ പേമാരിയെ തുടർന്ന് വെള്ളം കയറിയ ഭക്ഷ്യധാന്യങ്ങളെടുത്ത് നശിപ്പിച്ചു അവരുടെ സാന്നിധ്യത്തിൽ. പക്ഷെ അവിടെ അന്ന് അവർ കണ്ട ഒരു തെറ്റ്, ഈ റേഷൻ കടയുടെ തൊട്ടേ ഒരു ഭക്ഷ്യധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ല് പ്രവർത്തിക്കുന്നു. ആ മില്ലിന്റെ ഉടമയും റേഷൻ കടയുടെ നടത്തിപ്പുകാരനും ഒന്നാണ്. അത് തെറ്റാണ് എന്നാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തല്. മറ്റൊന്ന്, ഈ റേഷൻ കടയ്ക്ക് നിരപ്പലകയിട്ടിരുന്ന ഒരു മറ്റേ കാലഘട്ടമുണ്ടായിരുന്നു. അന്നതിന് പെയിന്റ് അടിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം അന്വേഷിക്കാൻ വന്ന ദിവസം അതിന് പെയിന്റ് അടിച്ചില്ല എന്നതാണ് മറ്റൊരു കുറ്റം. ഈ രണ്ട് കാരണമാണ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത്. സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ല, താലൂക്ക് ഡെപ്യൂട്ടി സപ്ലൈ ഓഫീസർ അല്ല, ജില്ലാ സപ്ലൈ ഓഫീസർ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. ബാലകൃഷ്ണൻ വടക്കോട്ട് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല. പിന്നെ നമ്മളൊക്കെ ഉത്തർപ്രദേശിലെ യോഗി കാണിക്കുന്നത് പോലെ, അതില്ലെങ്കിൽ മധ്യപ്രദേശിലെ അവരുടെ ഗവൺമെന്റ് കാണിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ JCBക്ക് പകരം അവർ കുറെ സാധനങ്ങളുമായി വന്ന് ഒരു കടയുടെ പൂട്ടൊക്കെ തല്ലിപ്പൊളിച്ച് അതിനകത്ത് പ്രവേശിച്ച് അതിലുള്ള സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോവുക. അതും പട്ടാപ്പകലില് സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന റേഷൻ ഷോപ്പാണ് ആറ്റൂർ വനപ്പടിയിലുള്ളത്. അപ്പൊ ആളുകളുടെ റേഷൻ മുട്ടിച്ചു. ഇതാണിപ്പോ അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. ഈ ചിങ്ങമാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിന് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗഫൂർ എന്ന വ്യക്തി എന്ന രീതിയിലല്ല, ഈ ചെയ്തിട്ടുള്ള ഈ അടിസ്ഥാനരഹിതമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കെതിരായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ നിരുത്തരവാദപരമായ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടലുകളിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി മാത്രം ഈ സായം സന്ധ്യ ഞങ്ങൾ ഉപയോഗം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K പ്രസാദ്, ശ്രീയേഷ് നരിപ്പറ്റ, പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു അഴിമതി റേഷൻ വ്യാപാരികളുടെ സംഘടനയുടെ മുന്നിൽ നിന്ന് അവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റേഷൻ കട സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിക്കാണ് അവരിന്ന് പോയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഇതിന്റെ പിന്നാലെ നിന്ന് നടപടിയെടുക്കുന്നതിന് വേണ്ടി, ഒരു പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങളായി അവർ മെനക്കെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ റേഷൻ വിതരണം തുടങ്ങിയ കാലം മുതൽ യാതൊരു പരാതിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു റേഷൻ കട സസ്പെൻഡ് ചെയ്ത ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കെതിരെയുള്ള UDFന്റെ ഒരു താക്കീതാണ് ഈ പ്രതിഷേധ സമരം. ന്യൂസ് ഡെസ്ക് CCV.